ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻസ് നമുക്കറിയാം, നമ്മൾ സർഫേസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്ന 3 പ്രൊജക്ഷൻസിൽ ഒന്നാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. ഫസ്റ്റ് നമ്മൾ സെനത്തൽ ഒരു അസിമുത്തൽ പ്രൊജക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് സിലിണ്ടറിക്കലും കോണിക്കലുമാണ്. സിലിണ്ടറിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സിലിണ്ടറിൻ്റെ രൂപത്തിലൊരു പേപ്പറിനെ ഗ്ലോബിനകത്ത് വെച്ചോ പുറത്ത് വെച്ചിട്ടോ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും വരച്ചെടുത്ത് എന്ന പ്രൊജക്ഷനാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. അല്ല, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. ഈ സിമ്പിൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷന് മറ്റൊരു പേരുണ്ട്, സിലിണ്ടറിക്കൽ ഇക്വി ഡിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ. ഇതൊരു നോൺ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ്. ലൈറ്റ് സോഴ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്ഷനാണ് സിമ്പിൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈക്വൽ ഏരിയ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഈക്വൽ ഡിസ്റ്റൻസ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ ഇക്വേറ്ററിൻ്റെ ഭാഗം ത്തൊക്കെ ഒരു നാരോ സ്ട്രെച്ച് ആ ഒരു ഭാഗം മാത്രമാണ് വരച്ചെടുക്കാൻ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല വേൾഡ് റെപ്രസെൻ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ യൂസൊന്നും ഈ ഒരു പ്രൊജക്ഷൻ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു സിമ്പിൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ സിമ്പിൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ഫോർ ദ ഹോൾ വേൾഡ് വിത്ത് ഇൻ്റർവൽ 30 ഡിഗ്രി ആൻഡ് സ്കെയിൽ 250 മില്യൺ. നമുക്ക് തന്നിരിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. നമ്മൾ വരയ്ക്കേണ്ടത് ഹോൾ വേൾഡാണ്. നമ്മൾ സെനത്തലിലൊക്കെ വരച്ചത് ഏതെങ്കിലും ഒരു ഹെമിസ്ഫിയർ ആണ് വരച്ചത്, നോർത്തേൺ അല്ലെങ്കിൽ സദേൺ. നമ്മളതിൽ ഹോൾ വേൾഡാണ് വരയ്ക്കുന്നത്. ഇൻ്റർവൽ എന്ന് പറയുന്നത് 30 ഡിഗ്രിയും സ്കെയിൽ എന്ന് പറയുന്നത് 250 മില്യനുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ പ്രൊജക്ഷനിലും ചെയ്യുന്നത് പോലെ ആദ്യം ചെയ്യേണ്ടത് റെഡ്യൂസ്ഡ് റേഡിയസ് ഓഫ് ദ എർത്ത് കണ്ടുപിടിക്കുക. Reduce the radius of the earth. Reduce the radius of the earth നമുക്ക് ഫോർമുല അറിയാം. Actual radius by given scale. അപ്പോൾ റെഡ്യൂസ് റേഡിയസ് ഓഫ് ദ എർത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആക്ച്വൽ റേഡിയസ് ബൈ ഗിവൺ സ്കെയിലാണ്. അപ്പോൾ നമുക്കറിയാം ആക്ച്വൽ റേഡിയസ് എന്ന് പറയുന്നത് ഇത് 250 ആയതുകൊണ്ട് മില്യൺ ആയതുകൊണ്ട് തന്നെ ഇത് ഇഞ്ചിലാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. ആക്ച്വൽ റേഡിയസ് ഇസ് 250 മില്യൺ. ഗിവൺ റേഡിയസ് ഈസ് ഓൾസോ 250 മില്യൺ. ഓക്കെ, ആക്ച്വൽ റേഡിയസും ഗിവൺ റേഡിയസും 250 മില്യൺ ആണ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 1 ഇഞ്ച്. 1 ഇഞ്ച് എന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇതൊരു പെർസ്പെക്റ്റീവ് അല്ല, നോൺ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ്. നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് യൂസ് ചെയ്താണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ. ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ. ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫോർമുല 2πr. 2πr. പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ആർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 ഇഞ്ച്. 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.28 ഇഞ്ച് എന്ന് വരും. 6.28 ഇഞ്ച്. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ അലോങ് ദി ഇക്വേറ്റർ. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന മെറിഡിയൻ്റെയും ലാറ്റിറ്റ്യൂഡ്സിൻ്റെയൊക്കെ ഇൻ്റർവൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് അടുത്ത് പോകുന്നത്. ലെങ്ത് ഓഫ് ഇൻ്റർവൽ അലോങ് ദ ഇക്വേറ്റർ. അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. 2πr ഇൻറ്റു ഇൻ്റർവൽ ബൈ 360. നമുക്ക് തന്നിട്ടുള്ള വാല്യൂ നമുക്കറിയാം. 2πr 6.28 ഇൻറ്റു 30 ബൈ 360. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.52 ഇഞ്ച്.
അപ്പോൾ ഇതാണ് ആൻസർ. ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. 2 × 3.14. ഇവിടെ നമുക്ക് r 1 ആണ്. അപ്പോൾ 6.28 ഇഞ്ച് എന്ന് കിട്ടി. ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ അലോങ് ദ ഇക്വേറ്റർ എന്ന് പറയുന്നത് 2πr × ഇൻ്റർവെൽ ബൈ 360 ആണ്. 6.28 × 30 by 360, that is equal to 0.52 ഇഞ്ച്. ഇനി നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റെഡ്യൂസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1 ഇഞ്ചാണ്. ആ 1 ഇഞ്ച് വെച്ച് ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സെൻട്രൽ പ്രൊജക്ഷൻ പോലെ സർക്കിൾ നടുക്കോട്ടല്ല, ഒരു പേപ്പറിൻ്റെ നടുക്കല്ല, നമ്മൾ കുറച്ച് സൈഡിലോട്ടാണ് വരയ്ക്കുന്നത്. സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ഇങ്ങോട്ട് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ സൈഡിലോട്ട് വേണം നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ സർക്കിളിൽ നമ്മൾ ഡയമീറ്റർ കൂടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രിയും 30 ഡിഗ്രിയും നമ്മൾ ഈ സർക്കിളിലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ സപ്പോസ് തന്നിരിക്കുന്നത് 10 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ 10 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 30 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ 30യും ഒപ്പം തന്നെ 90യും മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തത് ജോയിൻ ചെയ്യുക. ആ സർക്കിളിനകത്ത് നിൽക്കുന്ന രീതിയിൽ ജോയിൻ ചെയ്യുക. അപ്പം ജോയിൻ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 6.28 ഇഞ്ച് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 6.28 ഇഞ്ച് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഈ 6.28 ഇഞ്ച് നമ്മൾ ഈ കാണാമല്ലോ, ഈ ഭാഗത്തുനിന്ന് 6.28 ഇഞ്ച് നമ്മൾ വരയ്ക്കുക. 6.28 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 15.95 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയ സ്കെയിലാണ്. അപ്പോൾ ഞാൻ 2 തവണയായിട്ട് വരയ്ക്കും. നിങ്ങൾ വലിയ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഒറ്റ തവണയായിട്ട് 6.2 ഇഞ്ച് വരയ്ക്കുക. അപ്പം ഞാനത് സ്കെയിൽ 2 തവണ വെച്ചിട്ട് വരച്ചതാണ്. അപ്പോൾ എപ്പോഴും പ്രൊജക്ഷൻസ് വരയ്ക്കാൻ വലിയ സ്കെയിൽ തന്നെ വയ്ക്കുക. 6.28 ഇഞ്ചാണ്, ഏതാണ്ട് 15.95 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സ്കെയിൽ 15 സെൻറ്റിമീറ്ററേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ കൂടെ ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഈ അറ്റത്തെ പോയിന്റ് ടച്ച് ചെയ്യുന്ന ആ ഭാഗത്തൊരു ചെറിയൊരു ടാൻജൻ്റ് കൂടെ വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടാൻജൻ്റാണ് വരയ്ക്കേണ്ടത്. അറ്റത്തെ പോയിന്റിൽ വെച്ചിട്ട് ഒരു ടാൻജൻ്റ് കൂടെ വരയ്ക്കുക. അപ്പോൾ ഇത്രയും ഭാഗം വരച്ചിട്ടുണ്ട്. ആദ്യം എന്താണ്, 1 ഇഞ്ച് ഉപയോഗിച്ച് സർക്കിൾ വരച്ചു. 30 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾ എടുത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ നമ്മൾ വരച്ചു 6.28 ഇഞ്ച് എടുത്ത്. അപ്പം തന്നെ ജസ്റ്റ് നമ്മളൊരു ടാൻജൻ്റ് വരച്ചു. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0.52 ഇഞ്ചാണ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഹോൾ വേൾഡാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ 30 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് നോർത്തിൽ എത്ര ഹെമിസ്ഫിയർ വരയ്ക്കണം, സൗത്തിൽ എത്ര ഹെമിസ്ഫിയർ വരയ്ക്കണം, അതുപോലെ തന്നെ ഹോൾ വേൾഡിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരയ്ക്കേണ്ടതും ഇതിപ്പോൾ 0 ആണല്ലോ. 0 ആണെങ്കിൽ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 30, 60, 90. സദേൺ ഹെമിസ്ഫിയറിലും അതുപോലെ 30, 60, 90. അപ്പോൾ നമ്മൾ 0.52 ഇഞ്ചാണ് നമുക്ക് ഇൻ്റർവെലിൻ്റെ വാല്യൂ കിട്ടിയത്. 0.52 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡർ എടുക്കുക. 0.52 ഇഞ്ച് ഇത്രയാണ് 1 ഇഞ്ച് കേട്ടോ. അപ്പം 0.52 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ 52 ഇഞ്ച് എടുത്ത് മുകളിൽ 3 ഡിവിഷൻ കൊടുക്കുക. എങ്ങനെയാണ്, ഇത് 0 ആയിട്ട് നമ്മൾ കണക്കാക്കിയല്ലോ. അപ്പോൾ ഇത് 30, ഇത് 60, ഇത് 90. അതുപോലെ താഴോട്ട് സദേൺ ഹെമിസ്ഫിയറിൽ 30, 60, 90.
ഇനി നമ്മളെന്താണ്, ഈ ഇക്വേറ്ററിന് ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ ഉണ്ടല്ലോ, അതിലും സെയിം നമുക്ക് എത്ര ഡിവിഷൻ വേണം നമുക്ക് നോക്കാം. 0 ഡിഗ്രി ആയിട്ട് എടുത്തത്. ഇനി ലോഞ്ചിറ്റ്യൂഡ് ആകുമ്പോൾ ഞാനിതിനെ 180 ഡിഗ്രി വെസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. 180 ഡിഗ്രി വെസ്റ്റ്. ലാറ്റിറ്റ്യൂഡാണ് 0 ആയിട്ട് എടുക്കുന്നത്, ഈ ലൈൻ. ഇനി ഞാൻ ഇതിനെ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആകുമ്പോൾ 180 ഡിഗ്രി വെസ്റ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 30 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര എണ്ണം വേണമെന്ന് നോക്കാം. 180, 150, 120, 90, 60, 30, 0, then again 30, 60, 90, 120, 150, 180. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13. ടോട്ടൽ 13 ആണ് വേണ്ടത്. ആ 180 നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി 12 ഡിവിഷൻസ് മതി. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഡിവൈഡർ ഉപയോഗിച്ച് 12 ഡിവിഷൻസ് മാർക്ക് ചെയ്യാം. നമ്മൾ വരയ്ക്കുന്ന ലൈൻ കറക്റ്റ് 6.28 ഇഞ്ച് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് 12 ഡിവിഷൻസ് അതുപോലെ തന്നെ വരും. നമ്മൾ എടുക്കുന്ന വാല്യൂവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പം മാർക്ക് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഇക്വേറ്റർ വരച്ചല്ലോ. ഇക്വേറ്റർ എന്തായാലും നമ്മൾ 0 ഡിഗ്രി വരച്ചു, അതുപോലെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. തേർട്ടി 60 90 നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരച്ചു, അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലും വരയ്ക്കാം. ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളയാം. അപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്. സ്കെയിൽ വെച്ച് 2 തവണ വരച്ചത് കൊണ്ടാണ് ഈ ഒരു ചെറിയ ചെറിയ പിന്നെ പ്രൊജക്ഷൻസ് ഒക്കെ കാണുന്നത്. അപ്പോൾ കറക്റ്റ് ഒറ്റ സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത് എന്താണ്, നമ്മളിവിടെ 12 ഡിവൈഡ് ചെയ്തല്ലേ. ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് സെയിം എല്ലായിടത്തും അതുപോലെ ഡിവൈഡ് ചെയ്യുക, എങ്കിലേ നമുക്ക് കറക്റ്റ് നല്ലൊരു സ്ട്രെയിറ്റ് ലൈൻ വരുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ലൈൻസിലും വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇനി ഒറ്റ ലൈനിൽ വെച്ച് തന്നെ വരയ്ക്കാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് കുഴപ്പമില്ല, അത് വെച്ചിട്ട് വരച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ലൈനിലും വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ ഞാനിപ്പം എല്ലാ ലൈനിലും വെച്ച് ഡിവൈഡ് ചെയ്യുന്നില്ല, നിങ്ങൾ കുറച്ചുകൂടെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഫസ്റ്റ് വരയ്ക്കുകയാണ്. 150 വരച്ചു, അത് കഴിഞ്ഞ് 120, അത് കഴിഞ്ഞതാ 90, 60, then 30, then 0, കഴിഞ്ഞ് വീണ്ടും 30 ഡിഗ്രി ഈസ്റ്റ്, then 60, 90,
120, 150, 180. ഇങ്ങനെ വന്നു കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രൊജക്ഷൻ ഇൻ്റർവെൽ മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് ആദ്യം ലാറ്റിറ്റ്യൂഡ് മാർക്ക് ചെയ്ത് 0 ഡിഗ്രി, ദെൻ 30 ഡിഗ്രി സൗത്ത്, 60 ഡിഗ്രി സൗത്ത്, 90 ഡിഗ്രി സൗത്ത്. ഇവിടെയാണെങ്കിലോ 30 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി നോർത്ത്. എക്സ്ട്രാ ഉള്ളത് മായ്ച്ച് കളയാം. നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്യാം. ഇത് 180 ഡിഗ്രി വെസ്റ്റ്, then 150 degree west, 120 degree west, 90 degree west, 60 degree west, 30 degree west, 0 degree. Then 30 degree east, 60 degree east, 90 degree east, 120 degree east, 150 degree east, 180 degree east. അടുത്ത് നമ്മൾ സാധാരണ എല്ലാ പ്രൊജക്ഷനും ചെയ്തതുപോലെ ചെയ്യേണ്ടത് സ്കെയിൽ എഴുതുക. സ്കെയിൽ ഈക്വൽ ടു എത്രയാണ്? 1:250 മില്യൺ. ഈ കാൽക്കുലേഷൻസ് ഒക്കെ റഫായിട്ട് തന്നെ എഴുതാൻ നോക്കുക. ഈ പേപ്പറിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ കരുതിയാണ് എഴുതിയത്. നിങ്ങൾ പ്രൊജക്ഷൻ വരയ്ക്കുന്ന പേപ്പറിൽ ഒരിക്കലും വേറൊന്നും എഴുതരുത്. പ്രൊജക്ഷനും അതിൻ്റെ സ്കെയിലും അതിൻ്റെ പേര് മാത്രമേ എഴുതാൻ പാടുള്ളൂ. സിമ്പിൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. പ്രത്യേകത കണ്ടാൽ തന്നെ അറിയാം എന്താണ്. മെറിഡിയൻസ് ആയാലും ലോഞ്ചിറ്റ്യൂഡ്സ് ആയാലും സ്ട്രെയിറ്റ് ലൈൻ ആണ്. മെറിഡിയൻസും ലോഞ്ചിറ്റ്യൂഡ്സും റൈറ്റ് ആംഗിൾസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മെറിഡിയൻസ് ആയാലും പാരലൽസ് ആയാലും ഇക്വി ഡിസ്റ്റൻസ് ആണ്. പിന്നെ എന്ത് തന്നെയാണ് പാരലൽസിൽ വരുന്നത് തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞത് വേൾഡ് റെപ്രസെൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയുടെ പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സിമ്പിൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ.